മെസ്സിയോ റൊണാൾഡോയോ ഒക്കെ റിട്ടയർ ആയി കഴിഞ്ഞാൽ നമ്മൾ പറയും എൻഡ് ഓഫ് ആൻ എറ എന്ന്. അതുപോലെ തന്നെ ധോനിയും സച്ചിനൊക്കെ റിട്ടയർ ആയപ്പോഴും നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. അതുപോലെ ക്രിപ്റ്റോയിലും ഒരു എറ ഉണ്ടായിരുന്നു, ചെറിയൊരു എറ. അതിന്റെ പേരാണ് സതോഷി എറ എന്ന് പറയുന്നത്. 2009 മുതൽ 2011 വരെയുള്ള ചുരുങ്ങിയ കാലയളവിനെയാണ് ഈ സതോഷി എറ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിന്റെ ക്രിയേറ്റർ ആയിട്ടുള്ള സതോഷി നാക്കമോട്ടോ ഓൺലൈൻ മീഡിയങ്ങളിൽ ആക്റ്റീവ് ആയിരുന്ന ഒരു സമയമാണ് ഈ 2009 മുതൽ 2011 വരെ. അതുകൊണ്ടാണ് സതോഷി എറ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ആ 2010 ബിറ്റ് കോയിൻ മൈൻ ചെയ്തപ്പം ഒരു പുള്ളിക്കാരൻ 50 BTC മൈനിങ് റിവാർഡായിട്ട് കിട്ടിയിരുന്നു. പുള്ളിക്കാരൻ ഒരു വാലറ്റിൽ അത് വാങ്ങി, അത് ആരാണെന്ന് എന്താണെന്നൊന്നും അറിയില്ല. അന്ന് വെറും $25 ആയിരുന്നു അത്. ഇന്ന് 14 വർഷങ്ങൾക്ക് ശേഷം ആ വാലറ്റ് ആക്റ്റീവ് ആവുകയും അന്ന് കിട്ടിയ 50 BTC ബൈനാൻസിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിന്റെ വില ഏകദേശം $3 മില്യൺ ആണ്. സോ ആ കാലത്ത് അയാൾ മൈൻ ചെയ്തുകൊണ്ട് ഇനിയുള്ള കാലങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. നമ്മൾ പഴഞ്ചൊല്ലൊക്കെ പറയണ പോലെ സമ്പത്ത് കാലത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആപത്ത് കാലത്ത് എന്തൊക്കെ യൂസ് ചെയ്യാന്ന് പറയില്ലേ. സോ അങ്ങനത്തെ പരിപാടി പണ്ടേ ചെയ്താൽ മതിയായിരുന്നു. ശുഭദിനം.